മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഇന്നും ചോദ്യം ചിഹ്നമായി തുടരുമ്പോൾ 1957 തന്നെ ആയിഷ ഭായിയെ സഭയിലെത്തിച്ച ഇടതുപക്ഷ ചരിത്രം പ്രസക്തമാവുകയാണ്. 2026 തെരഞ്ഞെടുപ്പിലും ഫാത്തിമ തഹ്ലിയെയും ജയന്തി രാജിനെയും വിജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ ഒതുക്കിയതിലൂടെ ലീഗിനുള്ളിലെ വിവേചനം വീണ്ടും ചർച്ചയാകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയെ തുടർന്ന് നൂർബിന റഷീദ് രാജിവെച്ചത് പാർട്ടിയുടെ സ്ത്രീ ശാക്തീകരണ വാദങ്ങളിലെ പൊള്ളത്തരമാണ് വെളിപ്പെടുത്തുന്നത്. ആ റിപ്പോർട്ട് കാണാം. അതോടുകൂടി ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹം, സന്തോഷം. കൂടുതൽ വാർത്തകളുമായി അജിംഷാദ് ചേരും. നമസ്കാരം. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളായി സ്വയം അടയാളപ്പെടുത്തുമ്പോഴും മുസ്ലിം ലീഗിനുള്ളിലെ സ്ത്രീ പ്രാതിനിധ്യം ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം പരിശോധിച്ചാൽ ലീഗിന്റെ ഉറച്ച കോട്ടകളൊന്നും സ്ത്രീകൾക്ക് നൽകാതെ വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ മാത്രം അവർക്കായി മാറ്റിവെക്കുന്ന രീതിയാണ് ഇപ്പോഴും കാണുന്നത്. 1996 കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച ഖമറുന്നീസ അൻവറിലൂടെയാണ് ലീഗിന് ആദ്യ വനിതാ സ്ഥാനാർത്ഥിയുണ്ടാകുന്നത്. എന്നാൽ ഖമറുന്നീസയുടെ പരാജയത്തിനു ശേഷം നീണ്ട 25 വർഷക്കാലം ലീഗ് വനിതകളെ മാറ്റി നിർത്തുകയും പിന്നീട് 2021 അഡ്വക്കേറ്റ് നൂർബിന റഷീദിന് അവസരം നൽകിയെങ്കിലും അവർക്കും വിജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ കേരള ചരിത്രത്തിലെ ആദ്യ മുസ്ലിം വനിതാ MLAയെ സഭയിലെത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിലെ ആദ്യ മുസ്ലിം MLA തെരഞ്ഞെടുക്കപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച ഐഷ ഭായിയാണ്. കോൺഗ്രസിന്റെ CK രാഘവനെ 10,874 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആയിഷ ഭായി കായംകുളത്ത് പരാജയപ്പെടുത്തിയത്. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ പകുതിയിലധികവും നേടിയായിരുന്നു അവരുടെ ആ ചരിത്ര വിജയം. തുടർന്ന് 1960 അവർ വിജയം ആവർത്തിച്ചു. ഒരു മുസ്ലിം വനിതയെ നിയമസഭയിലെത്തിക്കുവാൻ ലീഗ് ഇന്നും പാടുപെടുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഇടതുപക്ഷം അത് സാധ്യമാക്കി എന്നത് രാഷ്ട്രീയ കേരളത്തിലെ പ്രസക്തമായ ചർച്ചയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തവണ ഫാത്തിമ തഹ്ലിയ, ജയന്തി രാജൻ എന്നീ 2 വനിതകളെയാണ് ലീഗ് കളത്തിലിറക്കിയിരിക്കുന്നത്. എന്നാൽ ലീഗിന്റെ ഉറച്ച സീറ്റുകൾ നൽകാതെ ലീഗിന് വിജയസാധ്യത പരിഗണിക്കാത്ത മണ്ഡലങ്ങളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നതെന്ന മറ്റൊരു വശം കൂടിയുണ്ട്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതിനെ തുടർന്ന് മുതിർന്ന നേതാവ് നൂർബിന റഷീദ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും വനിതാ ലീഗ് ഭാരവാഹിത്വം രാജിവെക്കുകയും ചെയ്തത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണത്തെക്കുറിച്ച് ലീഗ് വാദിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ അവർ ഇന്നും പാർട്ടിയിൽ അവഗണന നേരിടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ആഭ്യന്തര തർക്കങ്ങൾ. ശ്രീലേഖ KS, കൈരളി ന്യൂസ്.